പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി.ജെ.പിയിൽ ഭിന്നത. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പക്ഷത്തിന്റെ പട്ടിക സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചില്ല. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് കൈമാറിയത്. ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മുതിർന്ന നേതാവ് എൻ ശിവരാജൻ എന്നിവർ പട്ടികയിലില്ല. ഇന്ന് വീണ്ടും കോർ കമ്മിറ്റി യോഗം ചേർന്ന് പട്ടിക പുനഃപരിശോധിക്കും. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട്. സാജിദ്, എന്താണ് പാലക്കാട് ബി.ജെ.പിയിലെ പ്രശ്നം? നിഷാദ്, ഈ എൻ ശിവരാജൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ വെട്ടിയാണ് സി കൃഷ്ണകുമാർ വിഭാഗം ഒരു പട്ടിക തയ്യാറാക്കിയത്. സി കൃഷ്ണകുമാർ വിഭാഗം അവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പട്ടിക തയ്യാറാക്കി നേതൃത്വത്തിന് കൈമാറുകയായിരുന്നു. ഇതിൽ ഈ നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ്, മുതിർന്ന അംഗം ദേശീയ കൗൺസിൽ അംഗം കൂടിയാണ് എൻ ശിവരാജൻ, അതോടൊപ്പം തന്നെ സ്മിതേഷ് അടക്കമുള്ള ആളുകളെ ഒഴിവാക്കിയാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റുമാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു ധാരണയാണ് പൊതുവെ ബി.ജെ.പിയിലുള്ളത്. പക്ഷേ പ്രശാന്ത് ശിവൻ എന്ന ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് മത്സര രംഗത്തുണ്ട് എന്നുള്ളതും ഈ പട്ടികയുമായി ബന്ധപ്പെട്ട ഒരു വിവാദങ്ങൾക്ക് കാരണമാണ്. ഇപ്പോഴെന്തായാലും ഈ പട്ടിക അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാനത്തെ ഈ ജില്ലയുടെ ചുമതലയുള്ള വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ RSS കാര്യാലയത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നു. RSSന്റെ ജില്ലാ നേതൃത്വം കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഉച്ചവരെ ഈ RSS നേതാക്കൾ കൂടി RSS ബി.ജെ.പി നേതാക്കൾ ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു അന്തിമ രൂപമുണ്ടാക്കി ആ പട്ടിക സംസ്ഥാന കമ്മിറ്റിക്ക് അയക്കാമെന്നൊരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കൂട്ടയടിയാണ് പാലക്കാട് നടക്കുന്നത്. നഗരസഭയിലേക്ക് ബി.ജെ.പി ആണ് നിലവിൽ 2 തവണയായി ഭരിക്കുന്നത്. ഇത്തവണയും അവർക്ക് ഭരണം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു വലിയ തർക്കങ്ങളും കൂട്ടയടിയുമാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, പാലക്കാട്ട് ബി.ജെ.പിക്കകത്തും വലിയ തോതിലുള്ള തർക്ക വിതർക്കങ്ങൾ നടക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കുന്നതിൽ.